ഉമർ തങ്ങളുടെ ഒരു സംഭവം തന്നെ ഉണ്ട്. ഉമർ തങ്ങൾ മദീനയിലൂടെ പോകുമ്പോഴേ ഒരു ചെറിയ പെൺകുട്ടി, ചെറിയ കുട്ടി, 2 വയസ്സ് 3 വയസ്സ്, 2 വയസ്സുള്ള കുട്ടി ഇങ്ങനെ നടക്കുന്നു, വീഴുന്നു. മെലിഞ്ഞുണങ്ങിയൊരു കുട്ടിയാണ്. അയ്യുക്കും തഅരിഫുഹാ അയ്യുക്കും യഅരിഫു ഹാദിഹി, ആരുടെ മോളാണിതെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഉമർ തങ്ങൾ ചോദിച്ചു, ഇത് ആരുടെ മോളാ, ആരുടെ കുട്ടിയേത്, ആരായി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാത്തത്, ആരാ മക്കളെ നോക്കാത്തത് എന്നാണ് ഈ ചോദ്യം. അപ്പോഴാണ് പിന്നിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമറേ ഉപ്പാ, ഇത് നിങ്ങളുടെ കുട്ടിയാണല്ലോ, ഇത് നിങ്ങളുടെ കുട്ടിയാണ്. എന്റെ കുട്ടിയോ? എനിക്കിങ്ങനെ കുട്ടിയില്ലല്ലോ. ഉപ്പാ, ഇത് നിങ്ങളുടെ മകൻ അബ്ദുള്ള എന്ന എന്റെ മോളാണിത്. എന്റെ മോളോ അബ്ദുള്ള? അതേ ഉപ്പാ. എന്തേ ഈ കുട്ടിയുടെ കോലം ഇങ്ങനെ, ഈ കുട്ടിക്ക് ഭക്ഷണം കിട്ടാറില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ യഥേഷ്ടം തരാറില്ലല്ലോ, കുറച്ചല്ലേ നിങ്ങൾ തരാറുള്ളത്, അതുകൊണ്ട് എന്റെ കുട്ടിക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റണില്ല, കുറച്ചല്ലേ തരുന്നുള്ളൂ എന്ന് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു. അബ്ദുല്ലാ, നീ എന്റെ മോനാണ്, നിന്റെ വാപ്പ ഖലീഫയാണ് എന്ന പേര് പറഞ്ഞ് ഒരു മുസ്ലിമിന് ലഭിക്കുന്ന അവകാശത്തിൽ ഒരൽപ്പം പോലും നിനക്ക് ഞാൻ ഏറെ തരില്ല. ആ പേര് പറഞ്ഞ് വാപ്പാനെ കുറ്റം പറയണ്ട എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താ വിഷയം എന്നറിയോ? പേരക്കുട്ടിനെ കണ്ടിട്ട് അറിഞ്ഞില്ല. ആ രീതിയിലാണ് അന്നത്തെ കാലം. പോവാണ് യുദ്ധം ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്തത്, അപ്പോഴേക്കും വേറെ വിഷയം. അങ്ങനെയുള്ള കഷ്ടപ്പാടിനിടയിലല്ലേ അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. നമ്മളൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും വിഷമം അറിഞ്ഞോ? നമ്മളങ്ങ് പറയാം നമ്മൾ ഒരുപാട് ചെയ്തില്ലേ എന്ന്. തേരെ കാബേ കോ സീനോൻ സെ ലഗായേ ഹംനെ, तेरे काबे को सीनों से लगाया हमने, तेरे कुरान को सीनों से लगाया हमने, तेरे काबे को जबीनों से बसाया हमने, तेरे कुरान को से लगाया हमने. റബ്ബേ, ഞങ്ങളല്ലേ നിന്റെ കഅബയുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് എമ്പാടും നെറ്റിത്തടം ചുംബിച്ചത് ഞങ്ങളല്ലയോ? ഞങ്ങളെമ്പാടും നിന്റെ കഅബയുടെ മുറ്റത്ത് വന്ന് സുജൂദ് ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചവരല്ലേ ഞങ്ങൾ. എന്നിട്ടെന്റെ ഔറോക്കെ കാശാനെ ഹേ മഅമൂർ और बेचारे मुसलमान को फकत वादे हूर. എന്നിട്ടെന്തേ പടച്ചവനെ, ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നീ ഒന്നും തരാത്തത്? അമുസ്ലിമീങ്ങളുടെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കാൻ, അവർക്ക് ബിസിനസ് ധാരാളം, അവർക്ക് കച്ചവടം പിടിപിടിച്ചു. ന്യൂ ഇയറിന്റെ രാവായപ്പോൾ മദ്യക്കുപ്പികളുടെ ബിസിനസ്സുകൾ എത്രയാണ് നടന്നത്? മുസ്ലിമീങ്ങളുടെ കച്ചവടം ഒന്നും നടന്നില്ലല്ലോ. ബർഖ് ഗിർത്തി ഹൈ തോ ഗിർത്തി ഹൈ, ബച്ചാരെ മുസൽമാൻ പർ, അപകടം വരുന്നത് മുസ്ലിമിന്റെ തലയിലും. റബ്ബേ, ഞങ്ങളല്ലേ കഅബയെ ഞങ്ങളുടെ നെറ്റിത്തടം കൊണ്ട് സജീവമാക്കിയത്, ഞങ്ങളല്ലേ ഖുർആൻ നെഞ്ചത്തോട് ചേർത്ത് വെച്ചത്. ഇഖ്ബാലിന്റെ ശിഖ്വയിലെ ചില വചനങ്ങളാണിത്. ഇതിന് അള്ളാഹു നൽകുന്ന മറുപടിയായി ഇഖ്ബാലും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തേത്തോ തേരെ ആബാ മഗർ തും ക്യാ ഹോ, थे तो तेरे आबा मगर तुम क्या हो, हाथ पर हाथ धरे मुंतസിറെ ഫർദാ ഹോ. ആ ചെയ്തതൊക്കെ നിന്റെ മുൻഗാമികളല്ലടോ കഅബ മോചിപ്പിച്ചത്. നിന്റെ മുൻഗാമികളല്ലേ കഅബക്ക് വേണ്ടി പണിയെടുത്തത്. നിന്റെ മുൻഗാമികളല്ലേ യുദ്ധം ചെയ്തത്. നീ എന്ത് പണി ചെയ്തു? എയർ ടിക്കറ്റിനെടുത്ത് ഫ്ലൈറ്റിന് കോഴിക്കോട്ടൊന്ന് പോയി, ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങി, എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ മക്കയിൽ പോയി ഇറങ്ങി, സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ച്, കഅബക്ക് ചുറ്റും ചൂടില്ലാത്ത നേരത്ത് തവാഫ് ചെയ്ത് നീ പോരുന്ന ഈ പോരലാണോ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം എന്ന് ഇഖ്ബാൽ ഉള്ളിലൂടെ ചോദിക്കുകയാ. എന്താ നമ്മൾ ചെയ്തത്? ഇതാണോ നമ്മൾ നിന്റെ കഅബയെ ഞങ്ങൾ നെറ്റുകൊണ്ട് സജീവമാക്കി എന്ന് പറയുന്നത്? എന്ത് ത്യാഗാ നമ്മളൊക്കെ ചെയ്തത്? സ്വന്തം മക്കളെ കാണാതെ
കുടുംബത്തെ കാണാതെ, വീട്ടുകാരെ കാണാതെ, പേരക്കുട്ടികൾ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരുപാട് ത്യാഗം ചെയ്ത കാലം ഞങ്ങൾ ഓർത്തുപോയി എന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി അന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഇസ്ലാം ഫതഹായല്ലോ. അല്ലാഹു ആയത്തിറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ആയത്തിറങ്ങിയപ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു. ഇന്നൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ലാതെ, ഒരു പടയണിയുടെ ആവശ്യമില്ലാതെ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അൻസ്വാരികളാണ് പരസ്പരം പറഞ്ഞു പോയത്, ഇനി നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ കൂടെയൊക്കെ കുറച്ചു നേരം ഇരിക്കാമല്ലേ, ഇനി നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിക്കാമല്ലേ, ഇനി നമ്മുടെ പേരക്കുട്ടികളൊപ്പം ഒന്ന് ഇരിക്കാമല്ലേ, കുറെ കാലമല്ലേ നമ്മൾ യുദ്ധം ചെയ്യുന്നത്, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയൊന്ന് വിശ്രമിക്കാം, ഇനിയൊന്ന് വീട്ടിൽ പോയി ഇരിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ ആയത്തിറങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം കുടുംബത്തിന് മാത്രമായി മാറ്റിവെക്കല്ലേ, അള്ളാഹുവിനും ആവശ്യമുണ്ട്, ദീനിന് ആവശ്യമുണ്ട്, ദീനീ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ട്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. നിങ്ങൾ നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് ഞങ്ങളോട് ഖുർആൻ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ്. എന്നല്ലാതെ റബ്ബിന് വേണ്ടി യുദ്ധത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുമ്പോ അവൻ നാശത്തിലേക്ക് പോയി എന്ന് നിങ്ങൾ പറയല്ല. അപ്പോഴല്ല ഈ ആയത്തിന്റെ സന്ദർഭം. ആയത്തിറങ്ങുന്നത് വീട്ടിൽ പോയി നമുക്ക് വിശ്രമിക്കാമല്ലോ എന്ന് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചിന്ത വന്നപ്പോഴാ അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്ന് ആ യുദ്ധത്തിൽ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഴിയിൽ ഒരു പ്രയാസം വന്നാൽ, ഒരു മനുഷ്യൻ എമ്പാടും സമ്പത്ത് വാരിക്കോരി സ്ഥാപനങ്ങൾക്ക് കൊടുത്തു, ദീനിന് കൊടുത്തു, ദീനീ പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു, മദ്രസക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ മനുഷ്യനൊരു ദാരിദ്ര്യം വന്നാൽ നിങ്ങൾ പറയരുത് അയാൾ ദാരിദ്ര്യം വരുത്തി വെച്ചതല്ലേ എന്ന്. അവിടെ പറയേണ്ട വാക്കല്ല ഇത്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നവരെ പറ്റിയല്ല ഇത് പറയുന്നത്. കൊടുക്കാതെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചവരെ പറ്റിയ നിങ്ങൾ നാശത്തിലേക്ക് എടുത്തു ചാടല്ലേ എന്ന് അള്ളാഹു പറഞ്ഞത്. അങ്ങനെയാ പറയേണ്ടത്. കച്ചവടം നഷ്ടാകുമ്പോ ചിലർ പറയാറില്ലേ, ഹാജിയാരെ തൊലഞ്ഞല്ലേ, ആജാതി കൊടുക്കലല്ലേ കൊടുത്തത്, 10 ലക്ഷം 20 ലക്ഷം ഒക്കെയല്ലേ കൊടുത്തത്, അങ്ങനെ കൊടുത്തത് കൊണ്ടല്ലേ തൊലഞ്ഞത് എന്ന് പറയല്ല. മാ നഖസ സദഖതു അഹദികും മിൻ മാലികും ശൈആ. സദഖ നൽകിയത് കൊണ്ട് ഒരാൾക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലല്ലോ. ദാനം ചെയ്തവരെ പറ്റി അവൻ നശിച്ചു പോയി എന്ന് പറയല്ല. ഇവിടുത്തെ വളണ്ടിയർമാർ, പ്രവർത്തകന്മാർ ഉദാഹരണമായി പറയട്ടെ, അവരെങ്ങാനും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടിച്ചാടി വാഹനങ്ങൾ നിയന്ത്രിക്കാനും വരുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും തട്ടുമുട്ടി ഒരു കാല് മുറിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോ ജ്യേഷ്ഠൻ അനുജനെ കുറ്റം പറയരുത്, നീ അതിന് നാശത്തിനല്ലേ പോയത് എന്ന് പറയല്ല. ദീനിന് വേണ്ടി സംഭവിക്കുന്ന ഒരു അപകടത്തെ കുറിച്ചല്ല ഇങ്ങനെ പറയേണ്ടത്. പിന്നെയോ വീടുകളിൽ സുഖിക്കുന്നവരോടാ ഖുർആൻ പറഞ്ഞത്. അള്ളാന്റെ മാർഗത്തിലേക്കൊന്നും കൊടുക്കാതെ കാശ് ബാങ്കുകളിൽ അട്ടിവെക്കുന്നവരെ കുറിച്ചാ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ നാശത്തിലേക്ക് എടുത്തു ചാടല്ല, അത് നിങ്ങൾ അട്ടിവെക്കുമ്പോഴാ നാശത്തിലേക്ക് വരുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി പുറത്തിറങ്ങാതിരിക്കുമ്പോഴാ നാശത്തിലേക്ക് ഇറങ്ങുന്നത്. നാശത്തിലേക്ക് എടുത്തു ചാടല്ലേ എന്ന വാക്ക് എവിടെയാ പറയേണ്ടത് എന്ന് തിരുത്തുകയാണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലൂ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ശറഇന്റെ കാഴ്ചപ്പാടുകളിൽ ശറഅ് തിരുത്തി തന്ന ചില വിഷയങ്ങളാണ് നമ്മുടെ ചർച്ച. അങ്ങനെയാണ് ഇത് പോകുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരനുഭവം. എങ്ങനെയാ നബി തങ്ങൾ വിഷയങ്ങളെ നോക്കിക്കണ്ടത്? അമുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ.
ഇവിടെ എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ ഈ പരിപാടിയോട് സഹകരിക്കുന്നവരാണ്. ഒരുപാട് ആളുകൾ. അള്ളാഹു അതിനൊക്കെ അവർക്ക് കൂലി കൊടുക്കട്ടെ, അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. മുസ്ലിമീങ്ങൾക്ക് ദുനിയാവിന്റെ ഖൈറിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന അവരുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അവരുടെ മക്കളിൽ കുടുംബത്തിൽ അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ആമീൻ. അള്ളാഹു റബ്ബ് അവർക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. അള്ളാഹു ആ ഒരു സൗഹാർദ്ദം, ആ ഒരു നല്ല മനസ്സ്, ആ ഒരു സ്നേഹം അള്ളാഹു നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ വിശേഷിച്ചും ഇന്ത്യയിൽ ഒട്ടാകെയും ലോകത്തും അള്ളാഹു മനസ്സമാധാനം തരട്ടെ. എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും വളരെ വളരെ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, പീസ്ഫുൾ കോലിവിംഗ്, പരസ്പരമുള്ള സമാധാനത്തോടുകൂടിയുള്ള ജീവിതം, അതാണ് നമുക്ക് ആവശ്യം. അള്ളാഹു നമുക്കെമ്പാടും തരട്ടെ. മുത്തുനബി എങ്ങനെയാണത് കണ്ടതെന്നറിയോ? പരിശുദ്ധമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിലേക്ക് പോയ ചില നേരം കഅബാലയത്തിന്റെ ഉള്ളും പുറത്തുമായി 360ഓളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു. എത്ര? 360 ബിംബങ്ങൾ പുറത്തും അകത്തും. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ. ആ മത്താഫിലൊക്കെ ബിംബങ്ങളായിരുന്നു. തവാഫിന്റെ സ്ഥലല്ലേ, നിറയെ ബിംബങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ ബിംബങ്ങളായി. ആ ബിംബങ്ങളെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞത് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടി 21 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. എത്ര കൊല്ലം? 21 കൊല്ലം. തങ്ങൾ എത്ര വർഷമാ ജീവിച്ചത്? 23 വർഷമാണ് നുബുവത്തിന്റെ ശേഷം ജീവിച്ചത്. 63-ാം വയസ്സിൽ തങ്ങൾ വഫാത്താകുന്നു. എന്ന് പറഞ്ഞാൽ തങ്ങൾ വഫാത്താകുന്നതിന്റെ 2 വർഷം മുമ്പാണ് ആ കഅബാലയത്തിനുള്ളിലെയും പുറത്തെയും ബിംബങ്ങൾ തങ്ങൾ നീക്കം ചെയ്തത്. ഹിജറ 8-ാം വർഷം മക്കം ഫതഹ് നടന്നു. മക്കം ഫതഹ് നടക്കുന്നു. ഹിജറ 8-ാം വർഷം. ആ 8-ാം വർഷം അവസാനത്തിൽ മക്കം ഫതഹ് നടക്കുന്ന സമയം വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മുമ്പ് ഒരു ഉംറ ചെയ്തിട്ടുണ്ട്. ഉംറത്തുൽ ഖളാ എന്ന് പറയുന്ന ഉംറത്തുൽ ഖളാ. ഹിജറ 6-ാം വർഷം നബി തങ്ങൾ അവിടെ ഹുദൈബിയ സന്ധിയിലേർപ്പെട്ടപ്പോ, ഹുദൈബിയ സന്ധിക്ക് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ വരേണ്ടത് അടുത്ത വർഷം നിങ്ങൾ ഉംറക്ക് വരാം, ഈ വർഷം തിരിച്ചു പോകണം. ആ സമയം നബി തങ്ങളും അനുയായികളും തിരിച്ചുപോയി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും നബി തങ്ങളോടുകൂടെ ഉംറത്തുൽ ഖളാഇന് വരുന്നുണ്ട്. ഖളായി പോയ ഉംറ നിർവഹിക്കാൻ വരുന്നുണ്ട് മക്കയിലേക്ക്. നബിയും സ്വഹാബികളും ആ ആദ്യത്തെ ഇസ്ലാമിലെ ഉംറ ചെയ്യുമ്പോ, ഉംറത്തുൽ ഖളാ നബി തങ്ങളും സ്വഹാബത്തും ചെയ്യുമ്പോൾ കഅബയുടെ ഉള്ളിലും പുറത്തും ബിംബങ്ങളുണ്ടായിരുന്നു. അന്ന് നബി തങ്ങൾക്ക് മാറ്റാൻ പറയാം. സ്വഹാബികളോടത് ധൈര്യമായി ശക്തി ഉപയോഗിച്ചുകൊണ്ട് മാറ്റിപ്പിക്കാം. എന്നിട്ട് പോലും ഒരു പ്രകോപനമില്ലാതിരിക്കാൻ വേണ്ടി, അമുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ആ ഉംറ നിർവഹിക്കുന്ന സമയത്ത് പോലും നബി തങ്ങൾ ആ ബിംബങ്ങൾ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഉംറത്തുൽ ഖളാ നിർവഹിക്കുന്ന സമയത്ത് കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തും ബിംബങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വസ്തുത ബിംബാരാധന പറ്റുമെന്ന് പറയാനല്ല, പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് നബി തങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് മഖാം ഇബ്രാഹീമിന്റെ പിന്നിൽ. വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹീമ മുസല്ലാ. എന്തിന്? ഇസ്ലാമിക ഭരണത്തിലേക്ക് മക്കാ നഗരം ഇനിയും വന്നിട്ടില്ല. മക്കാ നഗരം ഇനി വരുന്നത് ആ ഉംറത്തുൽ ഖളാഉ കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ഹിജറ 8-നാണ് നബി തങ്ങൾ മക്ക വിജയം നടത്തുന്നത്. ആ സമയത്ത് ആ ബിംബങ്ങൾ എടുത്തു മാറ്റുന്നത്. നബി തങ്ങൾ മക്കയിലുള്ള കാലം കഅബയുടെ മുമ്പിൽ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ബിംബാരാധനയെ ശരിവെക്കാനല്ല നബിതങ്ങൾ ചെയ്യുന്നത്. മക്കയിൽ നബിതങ്ങൾ ഒരു പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ചെയ്യണ്ട എന്ന് സമരസപ്പെട്ടു പോവാൻ, സമാധാനത്തിൽ ജീവിക്കാൻ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ്. ഇസ്ലാമിന് വിജയം കിട്ടുകയും മക്കക്കാരൊന്നാകെ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ.
എന്തിനാണ് ഈ ചെയ്യുന്ന നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മുൻഗണനകൾ എന്തൊക്കെയാണ്? ഔലവിയാത്തുകൾ എന്തൊക്കെയാണ്? നിബിതങ്ങൾക്ക് അവിടെ മുൻഗണനയെ കുറിച്ച് ആലോചിക്കണം. ബിംബങ്ങൾ ഇവിടെ മാറ്റലാണോ? ഇബാദത്ത് ഇവിടെ സ്വഹീഹാക്കലാണോ? നിബിതങ്ങളുടെ ഖിബലയിൽ വരുന്ന ബിംബങ്ങളെ മാറ്റലാണോ ഉത്തമം? അതല്ല, സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലാതെ നിലനിർത്തലാണോ? നമ്മളൊന്ന് ആലോചിക്കുക. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്, ചില പ്രദേശങ്ങളിൽ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ 5 നേരം പള്ളികളിൽ വാങ്ങുകൊടുക്കുന്നവരാ. അൽഹംദുലില്ലാഹ്. ആ പണി പോലും നിർത്താൻ കാരണമായേക്കുന്ന വിധത്തിൽ നമ്മുടെ നാടുകളിൽ പരിസരത്ത് അന്യമതവിശ്വാസികൾ താമസിക്കുമ്പോ നമ്മുടെ മൈക്കുകളിലൂടെ സ്വലാത്തോ ദിക്റുകളോ ഔറാദുകളോ റാത്തീബുകളോ നമ്മൾ പരിസരത്തുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ പുറത്തുവിടുന്നത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ തന്നെ ആഹ്വാനം ചെയ്തു. നമ്മുടെ ഒരു പ്രദേശമല്ല ആലോചിക്കേണ്ടത്. തങ്ങളത് പറയുമ്പോ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന എത്രയോ പ്രദേശങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കണം. മൈക്കയിലൂടെ ഇത് വിടുമ്പോഴേ ഞങ്ങളുടെ കൂടെ 4 ആള് കൂടെയുണ്ടെന്ന് ചൊല്ലാനുണ്ടെന്ന് അറിയിച്ചു കൊടുക്കാനോ? എന്തിനായി ചെയ്യുന്നത്? ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് വരാനുള്ള വഴിയും സമയവും കൃത്യമായി അറിയിച്ചു കൊടുത്താൽ അവിടെ വന്ന് പള്ളിക്കുള്ളിലോ മദ്രസക്കുള്ളിലോ നടക്കേണ്ട സംഗതി നമ്മൾ പള്ളി മുനാരത്തിലൂടെ ഉറക്ക ബാങ്ക് വിളിക്കുന്ന പോലെ പുറത്തേക്കുള്ള മൈക്കയിൽ നമ്മൾ ഈ സംഗതികളൊക്കെ വിടുമ്പോ ഒന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരാൾ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയതയായി, അല്ലേ? ആരെങ്കിലും എതിർത്താൽ നമ്മൾ പ്രകോപിതരായി പ്രവർത്തിക്കലായി. മുത്തുനിബിതങ്ങൾക്ക് ഇത് അറിയാത്തത് കൊണ്ടോ? നിബിതങ്ങൾ കഅബാലയത്തിന്റെ ബിംബങ്ങൾ ഹിജ്റയുടെ 8ാമത്തെ വർഷം വരെ കാത്തിരിക്കുന്ന എന്തിനാ? പ്രകോപനങ്ങളില്ലാതിരിക്കാൻ. ശരിക്ക് ശ്രദ്ധിക്കുക, മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആർക്കും ആരും ഭാരമാവരുത്, ആരും ആരെയും ബുദ്ധിമുട്ടാക്കരുത്. നമ്മൾ മൈക്കിലൂടെ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോ, ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുമ്പോ രോഗിയായി കിടക്കുന്ന ഉമ്മമാരുണ്ടാവും തൊട്ടടുത്ത വീടുകളിൽ. ആലോചിക്കണം. പിഞ്ചു പൈതങ്ങൾ പ്രസവിച്ച് 1 ദിവസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ കുഞ്ഞു മക്കൾ അവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാകും. ഒരു ഒച്ച വന്നാൽ ഞെട്ടി ഉണരുന്ന മക്കളായിരിക്കും അത്. ശബ്ദം കേൾക്കാൻ പറ്റാത്ത പ്രായമുള്ളവരുണ്ടാവും, ദഈഫീങ്ങളുണ്ടാകും, രോഗികളുണ്ടാകും, വൃദ്ധന്മാരുണ്ടാകും. ഇതൊക്കെ പരിഗണിച്ചേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. ഒരു നാട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കും, എല്ലാവർക്കും സമ്മതം, ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് പ്രയാസമുണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യരുത്. മൈക്കിൽ വിടണ്ട. വാങ്ക് നമ്മൾ കൊടുക്കുന്നില്ലേ, അൽഹംദുലില്ലാഹ്. അല്ലാത്തോടെ നിന്നോട്ടെ. പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ മഹാനായ പാണക്കാട് തങ്ങൾ പിന്നെ ഓടി വരണം, അല്ലേ? സമുദായത്തിലെ നേതാക്കന്മാർ ഓടി വരണം. പ്രശ്നങ്ങൾ കെട്ടടക്കണമെങ്കിൽ വലിയ അധ്വാനമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ആവേശത്തിന്റെ പുറത്ത് ദിക്റല്ലേ സ്വലാത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്? മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കരുത്. മതേതര രാജ്യമാണിത്, വിവിധ മതവിശ്വാസികൾ കൂടെ ജീവിക്കുന്ന പ്രദേശങ്ങളാണിത്. ആ വിഷയം മനസ്സിലാക്കിയിട്ടേ പെരുമാറാവൂ എന്ന് പഠിപ്പിക്കാനുള്ള ഒരു പാഠം ഹബീബിന്റെ ഉംറത്തുൽ ഖളായിൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിംബങ്ങൾ എടുത്തു മാറ്റാതെ ഉംറ ചെയ്തു വന്ന സംഭവത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഔലവിയാത്ത് ഏതൊക്കെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ? ജുമുഅ നിസ്കാരം മക്കയിൽ നിർബന്ധമാക്കപ്പെട്ട വിഷയമാണ്. പക്ഷേ ജുമുഅ നിസ്കാരം നടക്കുന്നത് മദീനയിലാണ് ആദ്യം നടന്നത്. മദീനയിലാണ് ആദ്യത്തെ ജുമുഅ നടന്നത്. എന്തുകൊണ്ട് തങ്ങൾക്ക് മക്കയിൽ നടത്തിക്കൂടായിരുന്നു? എന്തുകൊണ്ട് നടത്തിക്കൂടായിരുന്നു? മക്കയിൽ നടത്താത്തതിന്റെ കാരണം നമ്മുടെ ഫുഖഹാ, നമ്മുടെ ഉലമാ പഠിപ്പിച്ചത് മക്കയിൽ നബിതങ്ങളെങ്ങാനും 40 സ്വഹാബിമാരെയോ അവിടെയുള്ള സ്വഹാബിമാരെയോ കൂട്ടിയിട്ട് ഒരു ജുമുഅ നിർവഹിച്ചു കഴിഞ്ഞാൽ അതവിടെ പ്രശ്നത്തിന് കാരണമാകും, അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് മദീനയിൽ മഹാനായ സ്വഹാബി അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ജുമുഅ. നബി മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ്, നബി തങ്ങൾ മക്കയിൽ തന്നെ ആയിരിക്കെ തന്നെ മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ് അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവാണ് മദീനയിൽ ആദ്യത്തെ ജുമുഅ നിർവഹിച്ചത്. നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ്. മക്കയിലത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മക്കയിലെ ഭൂരിപക്ഷം ആരാ? അമുസ്ലിമീങ്ങളാണ്. മക്കയിൽ മുസ്ലിമീങ്ങൾ ദുർബലരാണ്. അതുകൊണ്ട് വിഷയം സന്ദർഭം മനസ്സിലാക്കിയിട്ടേ പറയാൻ പറ്റൂ. ഇവിടെ ജിഹാദിന്റെ ആയത്തുകളോട് ധർമ്മസമരം ചെയ്യണമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ വർഗീയമായി ഇളക്കിവിടുന്ന ആളുകൾ ഈ സാഹചര്യങ്ങൾ പഠിക്കണം.
ജിഹാദ് പുണ്യം തന്നെയാണ്, ജിഹാദിന്റെ കൂലി ഭയങ്കരം തന്നെയാണ്. ലാ യസ്തവൂന ഇൻദല്ലാഹ്, അതൊക്കെ റബ്ബ് പറഞ്ഞത് സത്യം തന്നെ. പക്ഷേ ഹബീബായ നബി തങ്ങൾ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് വിഷയങ്ങൾ ചെയ്തത് എന്ന് പഠിക്കാനാ ഇത്തരം വിഷയങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. ആവേശമുണ്ടാക്കാൻ എളുപ്പമാണ്, പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാ. ദീനിന്റെ പേരിൽ ഇതൊക്കെ ചെയ്യുമ്പോ മുത്തുനബിയുടെ ജീവിതത്തിൽ ഇങ്ങനെയും ചില കാഴ്ചപ്പാടുകൾ നിബിധങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. അതിന്റെ ആളുകൾ മനസ്സിലാക്കുക. സംഘടനകളുടെ പേരെടുത്ത് പറയേണ്ടതില്ലല്ലോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നതിന്റെ മുമ്പേ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ജുമാ നിസ്കരിക്കുകയും ആ ജുമാക്ക് ഒരാടിനെ അറുക്കുകയും ആ ആടിന്റെ മാംസമാണ് അന്ന് ഉച്ചക്കും അന്ന് രാത്രിയിലും ആ ജുമാക്ക് വന്നവർ ഭക്ഷിച്ചത് എന്ന് മഹാനായ അല്ലാമ ഇബ്നു സിരീൻ ഉദ്ധരിച്ചു. എന്തുകൊണ്ട്? ഒരാട് മതിയായിരുന്നു ഉച്ചക്കും രാത്രിക്കും എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ള ആളുകളെ ആ ജുമാക്ക് കൂടിയിരുന്നുള്ളൂ. മദീനയിലേക്ക് നബിതങ്ങൾ വരുന്നതിന്റെ മുമ്പാണത്. നബിതങ്ങൾക്കത് മക്കയിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടല്ല, മക്കയിൽ ആയപ്പോഴാണ് ജുമുഅ നിർബന്ധമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ചെയ്യാൻ തങ്ങൾ തയ്യാറായില്ല. പ്രകോപനങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, ഉമ്മത്തുകളിൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ വിധികളിൽ ചില പിന്നോട്ട് നടത്തം, ചില ട്വിസ്റ്റുകൾ, ചില മാറ്റങ്ങൾ, ചില വിരുദ്ധ തീരുമാനങ്ങൾ, ചില വിഭിന്നമായ അഭിപ്രായങ്ങൾ ശരീഅത്ത് കൈകൊണ്ട ഏതാനും ചില മവാഖിഫുകളാണ്, സന്ദർഭങ്ങളാണ് ഈ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ കൊണ്ടുവരുന്നത്. മുത്തുനബിയുടെ ആ ഒരു കാഴ്ചപ്പാടായിരുന്നു ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി, സുൽഹുൽ ഹുദൈബിയ. നബിതങ്ങൾ മക്കയിലേക്ക് വരുന്നു. 450 കിലോമീറ്റർ യാത്ര ചെയ്ത് മക്കയിലേക്ക് വരുന്നു. 450 കിലോമീറ്റേഴ്സ് മദീനയിൽ നിന്ന് ത്രൂ ഡെസേർട്ട്, മരുഭൂമിയിലൂടെയുള്ള നടത്തേ അതുപോലെ ആവില്ല. അങ്ങനെ നടന്ന് മക്കയിലേക്ക് എത്താറായപ്പോഴാ അവര് തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞത്, പറ്റില്ല, തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വന്നിറങ്ങാൻ ഒട്ടകങ്ങനെ പോവാണ്. അത് വലിയ രസകരമായ സംഭവമാണ്. ചില ആളുകൾ, നബിതങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾ ചില അഭിപ്രായം പറഞ്ഞു. നബിതങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തുകയാണ്. ഹുദൈബിയയിലെത്തിയപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പഴയ റൂട്ടിലേക്ക് പോയാൽ ഇന്നും ഹുദൈബിയ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഇപ്പോഴുണ്ട്. ഹുദൈബിയ, അവിടെ ഒരു പള്ളിയുണ്ട്, 1-2 ബക്കാലും ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. പഴയ പള്ളിയുടെ അവശിഷ്ടവും ബാക്ക് കാണാൻ പറ്റും. ചെറിയൊരു സ്ഥലം, അവിടെ വേറൊന്നുമില്ല. ഹുദൈബിയ. മക്കയിലേക്ക് പോകുമ്പോഴേക്കൊന്ന് ടാക്സി പിടിച്ച് പോവുക ഹുദൈബിയ കാണാൻ വേണ്ടി. ഇച്ചിരി ദൂരം ജിദ്ദയ്ക്ക് പോവുകയാണെങ്കിൽ ആ വഴിക്ക് പോയി പിന്നെ വേറെ റൂട്ടിലേക്ക് കയറിയാൽ മെയിൻ ഹൈവേയിലേക്ക് കിടക്കാൻ പറ്റും. മക്ക സൗദിയിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഹുദൈബിയയിൽ പോയവരുണ്ടെന്ന് കൈപ്പൊക്കിയാട്ടെ. ഹുദൈബിയ കണ്ടവര് മാഷാ അല്ലാഹ് ഉണ്ട്, കുറെ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. അവിടെ എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം മുട്ടുകുത്തി. ചില ആളുകൾ പറഞ്ഞു, ഖലഅത്തിൽ ഖസ്വാ, ഒട്ടകം പറഞ്ഞത് കേൾക്കാതെയായോ നബിയേ എന്ന് പറഞ്ഞു. ഒട്ടകം പറഞ്ഞത് കേൾക്കാതെ ആകുമ്പോഴാ ഖലഅത്തിൽ ഖസ്വാ, നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ് അൽ ഖസ്വാ എന്ന ഒട്ടകം. ഞങ്ങളുടെ ഒട്ടകത്തിന്റെ പേരാണ്. മുട്ടുകുത്തി, നബിയേ ഒട്ടകം പറഞ്ഞു കേൾക്കാതെയായോ? അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, മാ ഖലഅത്തിൽ ഖസ്വാ, എന്റെ ഒട്ടകം പറഞ്ഞത് കേൾക്കാത്ത ഒട്ടകമല്ല. വലൈസ ലഹാ ബിഖുലുഖിൻ, ഇതെന്റെ ഒട്ടകത്തിന്റെ സ്വഭാവവുമല്ല. വലാകിൻ ഹബസഹാ ഹാബിസുൽ ഫീൽ, അന്നൊരിക്കൽ അബ്രഹത്തിന്റെ ആനപ്പടകളെ പിടിച്ചുവെച്ച അള്ളാഹു ഏതോ ആ അള്ളാഹുവാണ് എന്റെ ഒട്ടകത്തെ പിടിച്ചുവെച്ചത്. അബ്രഹത്തിന്റെ ആനപ്പട വാദി മുഅശ്ശറിലെത്തിയപ്പോ, മക്കായുടെ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയപ്പോ, ആ ഒട്ടകങ്ങൾ എഴുന്നേൽക്കാതെ വന്നപ്പോ അബ്രഹത്തിന്റെ ആളുകൾ അടിച്ചു നോക്കിയല്ലോ. യമനിന്റെ ഭാഗത്തേക്ക് പോകാൻ ഒരുക്കമാണ്, ഷാമിലേക്ക് റെഡിയാണ്, മദീനയുടെ ഭാഗത്തേക്ക് റെഡിയാണ്. കഅബയുടെ ഭാഗത്തേക്ക് അബ്രഹത്തിന്റെ ആനകളില്ല. അപ്പോഴാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം
طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ആ ഒട്ടകങ്ങളെ എഴുന്നേൽപ്പിക്കാതെ വാദി മുഅസ്സറിൽ പിടിച്ചു നിർത്തിയ അല്ലാഹു ഏതോ ആ അല്ലാഹു തന്നെയാണ് എന്റെ ഖസ്വായെയും പിടിച്ചു വെച്ചത്. ഇത് റബ്ബ് പിടിച്ചു വെച്ചതാ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബികളെ ഇറങ്ങിക്കോളൂ, ഈ ഹുദൈബിയിൽ ഇറങ്ങിക്കോളൂ, യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും വരുന്നു, ഖുറൈശികൾ വരുന്നു. നബിതങ്ങളും അനുയായികളും വന്നു എന്നറിഞ്ഞപ്പോ 1500ഓളം വരുന്ന സ്വഹാബികൾ നബിയോടൊപ്പമുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, എവിടെ പോകുന്നു? മക്കയിലേക്ക്. എന്തിനു പോകുന്നു? ഉംറ ചെയ്യാൻ. പറ്റില്ല, മക്ക ഞങ്ങളുടെ നാടാണ്, നിങ്ങളെ വിടില്ല. സ്വഹാബികൾ ചിലർ പറഞ്ഞു, മക്ക ഞങ്ങളുടെയും നാടാണല്ലോ, നിങ്ങൾ ഞങ്ങളെ പുറത്താക്കിയവരല്ലേ. കഅബാലയം ദൂരെ കാണുമാർ അടുത്തെത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരോട് തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നത്. ആ ഒരു രംഗം ആലോചിക്കണം. എന്താണ് ഹുദൈബിയ സന്ധി എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഗൾഫിലേക്ക് പോകാൻ വേണ്ടി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് വിസ ശരിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന പോലെയല്ല ഇത്. ഫ്ലൈറ്റുകാർ ജിദ്ദയിൽ പോയി ഇറങ്ങിയിട്ട് നിന്റെ കഫീൽ ശരിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന പോലെയല്ല ഇത്. മരുഭൂമിയിലൂടെ 500 കിലോമീറ്റർ വെയിൽ കൊണ്ട് നടന്നു വന്നിട്ട് മക്ക കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കെ തിരിച്ചു പോവണം, അടുത്ത വർഷം വരണം. എന്തുകൊണ്ട്? ഒരു കാരണവുമില്ല. ഞങ്ങൾ സമ്മതിക്കാതെ നിങ്ങൾ അകത്ത് കയറി എന്ന് അറബികൾ ഞങ്ങളെപ്പറ്റി പറയും, അത് ഞങ്ങൾക്ക് മോശമാണ്, അതുകൊണ്ട് തിരിച്ചു പോണം. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, എങ്കിൽ നമ്മളൊരു കരാറിൽ ഒപ്പുവെക്കാം. ഉമർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വേണോ നബിയെ? അങ്ങനെ ഒരു തീരുമാനം വേണോ? വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ആലോചിക്കേണ്ടത് മദീനയിൽ പോയതിന്റെ ശേഷം, ബദർ വിജയിച്ചതിന്റെ ശേഷം, ഉഹദ് വിജയിച്ചതിന്റെ ശേഷം, ഖന്ദഖ് വിജയിച്ചതിന്റെ ശേഷം, ഹിജ്റയുടെ 6-ാം വർഷമാണ് നബി തങ്ങൾ ഈ വരുന്നത്, മക്കയിലേക്ക് വരുന്നത്. സ്വഹാബികൾ നബിയോടൊപ്പം എമ്പാടുമുണ്ട്. യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവർ എമ്പാടുമുണ്ട്. ഒന്ന് വിളിച്ചാൽ മദീനന്ന് ഓടിവരും ആളുകൾ. അവരല്ലേ പോരാടി നബി തങ്ങൾക്ക് വേണ്ടി ബദറും ഉഹദും ജയിപ്പിച്ചു കൊടുത്തത്. അവരല്ലേ ഹബീബിന്റെ കൂടെ കടന്നു കുടിച്ചത്. അവരൊക്കെ ഉണ്ടായിരിക്കെ നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ കരാറിൽ ഒപ്പുവെക്കാം, 10 വർഷത്തേക്ക് നമ്മൾ തമ്മിൽ യുദ്ധമില്ല. ശരി. ആ കരാർ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആള്, ഖുറൈശികളുടെ എമിസറി, അവരുടെ അംബാസഡർ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ, പിന്നെ ഞങ്ങളുടെ കൂടെ കൂടേണ്ടവർക്ക് ഞങ്ങളുടെ പക്ഷത്ത് ചേരാം, നിങ്ങളുടെ പക്ഷത്ത് ചേരേണ്ട ഗോത്രങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്ത് ചേരാം. നമ്മുടെ കൂടെ കൂടിയ നമ്മുടെ ആലീസ്, നമ്മുടെ കൂടെ ഞങ്ങളുടെ ആലീസ്, നമ്മളുമായി സന്ധിയിലേർപ്പെട്ടവർക്ക് തുല്യ അവകാശങ്ങളുണ്ട്. നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല. നമ്മുടെ കൂടെയുള്ളവരോ നിങ്ങളുടെ കൂടെയുള്ളവരോ തമ്മിൽ യുദ്ധം പാടില്ല. ശരി. മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ, ശരിക്കും കേൾക്കുക, മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മുസ്ലിമായിട്ട് മദീനയിലേക്ക് യാത്ര ചെയ്തു വരികയാണെങ്കിൽ അയാളെ ഇനി മുതൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചുവിടണം. അത് ഞങ്ങളുടെ ആളാണ്. ശരി നബി തങ്ങൾ. അടുത്തത്, മദീനയിലേക്ക് നിങ്ങളുടെ കൂടെ വന്ന ഏതെങ്കിലും ഒരാൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ബഹുദൈവ ആരാധനയിലേക്ക്, ബിംബാരാധനയിലേക്ക് തന്നെ തിരിച്ചു പോരണം എന്ന് ഉദ്ദേശിച്ച് മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ അയാളെ പിടിച്ചുവെക്കും. ആയിക്കോട്ടെ, ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്ത് വായിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരാറിന്റെ ഭാഗം കാരുണ്യവാനായ അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. സുഹൈൽ ഇബ്നു അംർ, വെട്ടണം. എന്ത് റഹ്മാനും റഹീം? ബിസ്മിക്കല്ലാഹുമ്മ. ഞങ്ങൾക്ക് ഈ റഹ്മാനും റഹീം ഒന്നും അറിയില്ല, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് മതി. വെട്ടണം. അലിയാരെ വെട്ടിക്കോളൂ, അലിയെ. വേണോ നബിയെ? വെട്ടിക്കോളൂ അലിയെ, വെട്ടിക്കോളൂ. ബിസ്മിക്കല്ലാഹുമ്മ മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് ഹാദാ മാ അഖദ അലൈഹി മുഹമ്മദുൻ റസൂലില്ലാഹ് മഅ സുഹൈൽ ഇബ്നു അംർ. ഇത് മുഹമ്മദ് നബി സുഹൈൽ ഇബ്നു അംറിനോട്, ഖുറൈശികളുടെ പ്രമാണിയോട്, ഖുറൈശികളുടെ അംബാസഡറോട് ചെയ്യുന്ന കരാറാണ്. എന്ത് റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലോ? അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. മാറ്റിയിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്,
അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് മാറ്റിത്തിരുത്തണം. അലിയെ ആ റസൂലുള്ള എന്ന് വെട്ടിക്കോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ എനിക്കതിന് സാധ്യമല്ല നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ, അത് വെട്ടാൻ പറയുകയോ? അലിയെ എവിടെയാണ് എഴുതിയത് എനിക്ക് കാണിച്ചു തരൂ. കാണിച്ചു കൊടുത്തിട്ട് പരിശുദ്ധമായ ഹബീബിന്റെ കൈ കൊണ്ടാ മായ്ച്ചു കളഞ്ഞത് റസൂലുള്ള എന്ന വാക്ക്. അപ്പോഴാ ഉമർ തങ്ങൾ വന്ന് ചോദിച്ചത്, യാ റസൂലല്ലാഹ് അലസ്ത നബിയല്ലാഹി ഹഖാ, അങ്ങ് ഹക്കായും അള്ളാന്റെ നബിയല്ലയോ നബിയേ? ബലാ, ആണ് ഉമറേ, ഞാൻ അള്ളാന്റെ നബി തന്നെയാണ്. അലസ്ത അലൽ ഹഖി വഅദുഹുനാ അലൽ ബാതിലി, നബിയേ നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്തും ശത്രുക്കൾ അസത്യത്തിന്റെ പക്ഷത്തുമല്ലയോ? ബലാ, ആണ് ഉമറേ, അത് ശരി തന്നെയാണ്. അലൈസ ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാഹും ഫിന്നാർ, നമ്മൾ മരിക്കുന്നവർ സ്വർഗ്ഗത്തിലും അവരിൽ മരിക്കുന്നവർ നരകത്തിലുമല്ലോ നബിയേ? ബലാ, അതെ ഉമറേ. നബിയെ എന്തിനാ എന്നിട്ട് നമ്മൾ ഈ നാണക്കേട് എന്തിനാ ഏറ്റുവാങ്ങുന്നത്? എന്തിനാണ് ഈ മാനക്കേട് നബിയെ? ഇങ്ങനെ വേണോ നമ്മൾക്ക് അവരോട് യുദ്ധം ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാ ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വലസ്തു അസ്വി, അല്ലാഹുവിന് ഞാൻ എതിര് ചെയ്യില്ല. വഹുവ നാസുരി, അല്ലാഹു എന്നെ സഹായിക്കുന്നവനാണെന്ന് മുത്തുനബിയുടെ മറുപടി. ഉമർ എന്നവർക്ക് സമാധാനം വന്നില്ല. ഓടിച്ചെന്ന് സിദ്ദീഖിന്റെ അടുത്തേക്ക്, സിദ്ദീഖേ നമ്മൾ സത്യത്തിലും അവർ അസത്യത്തിലുമല്ലേ സിദ്ദീഖേ? എന്തിനാണ് ഈ നാണക്കേട്? ഇങ്ങനൊരു കരാർ ഒപ്പുവെക്കണോ? നമുക്ക് യുദ്ധം ചെയ്തൂടെ? ഉമറേ മിണ്ടാതിരിക്കൽ, അത് അല്ലാഹുവിന്റെ റസൂല, അല്ലാഹു പറഞ്ഞതേ നബിക്ക് കേൾക്കാൻ പറ്റൂ, പോയിരിക്കെന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴാ പോയിരിക്കുന്നത്? ആ ഒരു നേരം നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ ഉംറ ചെയ്യാതെ തിരിക്കുകയാണ്, ഉംറ ചെയ്യാതെ തിരിച്ചു പോരുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും മുടി മുറിക്കുകയോ മുടി മുണ്ഡനം ചെയ്യുകയോ ചെയ്ത് അവനവന്റെ അറുക്കാനുള്ള മൃഗങ്ങളെ ദാനം ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു. ആരും ഒരുക്കല്ല പോവാൻ. ഞാൻ ഉണ്ടാവോ? നിങ്ങൾ ഇവിടുന്ന് ഉസ്താദിന്റെ ഇപ്പൊ ഉംറക്ക് ടീമിന് പോവാണ്, 50 ആള് പോയി. അവിടെ എത്തിയിട്ട് പറയാം, ഉസ്താദ് പിന്നെ നമ്മളൊക്കെ വിസ കള്ള വിസ ആണോ പോവാ നമ്മുടെ നാട്ടിക്ക്? എന്താ കാര്യം പറയാം അവിടെ? എന്തായിരിക്കും പറയാ അവിടെ? ഇവിടുന്ന് വലിയ കാര്യത്തിൽ യാത്രയപ്പോ കൊടുത്ത് വിട്ടതാ, അവിടെ എത്തിയിട്ടേ ജിദ്ദ എയർപോർട്ട് നിങ്ങൾ തിരിച്ചയക്കാൻ പോവാണ്. ആ ഉസ്താദ് അവിടെ മുങ്ങേണ്ടി വരും അല്ലെ ജീവൻ കൊണ്ട്. നബി തങ്ങളുടെ കൂടെ സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഞങ്ങളില്ല, പറ്റില്ല നബിയേ, മക്കയാണ് നമ്മളാ കാണുന്നത്, നമ്മുടെ നാടല്ലയോ നബിയേ? ഹബീബിന് അവിടെ യുദ്ധം ചെയ്യിക്കാൻ പറ്റും അസ്ഹാബിനോട്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഉമറേ എഴുന്നേൽക്കിൻ, നാദിൽ മുഹാജിരീൻ നാദിൽ അൻസ്വാർ, അൻസ്വാരികളോട് വരാൻ പറയണം, മുഹാജിറുകളോട് വരാൻ വേണ്ടി പറയണം. വന്നാൽ അവിടെ യുദ്ധം നടക്കും. ബദർ ജയിച്ച പാരമ്പര്യമുണ്ട്, ഖന്തഖും ഉഹദിന്റെയും പാരമ്പര്യമുണ്ട്. എന്നിട്ട് പോലും ഖുറൈശികൾക്ക് അനുകൂലമായ എല്ലാ നിയമങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരായിരുന്നു, മുസ്ലിമീങ്ങൾക്ക് പ്രത്യക്ഷനെതിരായിരുന്നു. എന്നിട്ടാണ് നബി തങ്ങൾ അംഗീകരിച്ചത്. റസൂലുള്ളാഹി എന്ന പേര് വെട്ടാൻ വേണ്ടി പറയുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെട്ടണമെന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആവേശം കൊള്ളുന്നവരാം, ശരി തന്നെ. എന്നാൽ ഒരു ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി, ഒരു ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച നമ്മൾ ചെയ്തിട്ടെങ്കിലും ഒരു നന്മയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പഠിപ്പിക്കാന് സുൽഹുൽ ഹുദൈബിയ അല്ലാഹുവിന്റെ ഹബീബ് ഒപ്പുവെച്ചത്. ആ സമയത്ത് ഈജിപ്തിലേക്ക് നബിയുടെ അനുയായികൾ പോയത് മുഖൗഖിസ് രാജാവിന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ. ആ കാലത്തിലാണ് റോമിലേക്ക് പോയത്, സീസറിന്റെ മുമ്പിലേക്ക്. അപ്പോഴാണ് കിസ്റ ഇബ്നു ഹുർമുസിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചത്. അപ്പോഴാണ് നജാശി രാജാവിന് കത്തുപോകുന്നത്. അപ്പോഴാണ് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് സ്വഹാബികൾ ദഅവത്തിന് പോകുന്നത്. ആ ഒരു 10 കൊല്ലം യുദ്ധമില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ, പക്ഷേ 10 കൊല്ലം നിന്നില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഖുറൈശികൾ കരാർ പൊളിച്ചു. അതിന്റെ പേരിലാ മക്ക വിജയിച്ചടക്കുന്നത്. 2 കൊല്ലത്തെ ആ ഒരു സമാധാനം കൊണ്ട് ഇസ്ലാമിനുണ്ടായ വിജയം എത്രയെന്നറിയോ? 16 കൊല്ലം
16 വർഷം മുസ്ലിമീങ്ങളിലേക്ക് വന്ന അംഗസംഖ്യയുടെ 100 ഇരട്ടി വന്നത് ആ ഒരു 2 കൊല്ലത്തിനിടയിലാണ്. ഇത് ദീർഘദൃഷ്ടിയോടുകൂടെ കണ്ടവരാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായത്. ഇനി ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞു പോകുന്ന വീടുകളാ നമ്മുടെ വീടുകൾ. മക്കളെ എന്തൊരു അന്തസ്സിലാ കല്യാണം കഴിച്ചയക്കുന്നത്. ചോറും ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് പണ്ടവും പണവും എല്ലാം നൽകിയിട്ട് അന്തസ്സിൽ അല്ലേ. നിസ്സാര വിഷയങ്ങൾ വരുമ്പോ ത്വലാഖിന്റെ മുമ്പിലേക്ക് എത്തുന്ന വിഷയങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? 2 കൂട്ടരും പിരികയറ്റുകയാൽ എന്താ നമുക്ക് കുറവ്? നമുക്ക് പകരം വീട്ടിക്കൂടെ? ആരുടെ ജീവൻ വെച്ചിട്ടാ? പെണ്ണിന്റെയും ആണിന്റെയും ആങ്ങളമാരും ഉമ്മമാരും ഉപ്പമാരും അമ്മാവന്മാരും മൂച്ചാപ്പമാരും വീറും വാശിയും തീർക്കാൻ വേണ്ടി ഒരു ചെറുക്കനും ഒരു പെണ്ണും നല്ല സ്നേഹത്തിലും അടുപ്പത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് മുത്തഖീങ്ങളായി ജീവിക്കുന്നതിനിടയിൽ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ സൽക്കാരത്തിന് ഭക്ഷണം തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്, വീട്ടിലെ സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ട്, അത്ര തരുമെന്ന് പറഞ്ഞ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്, പെണ്ണിന് കിട്ടേണ്ട സ്വത്ത് പെണ്ണിന്റെ ഭർത്താവായ എന്റെ മോന്റെ പേരിൽ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, നിസ്സാരമായ വിഷയങ്ങൾക്ക്, ദുന്യാവിന്റെ വിഷയങ്ങൾക്ക്, ഭൂമിയുടെയും പൈസയുടെയും കണക്ക് പറഞ്ഞ് വിട്ടുവീഴ്ചകൾ ചെയ്യാതെ രണ്ട് ദമ്പതിമാര്, പുരുഷനെയും തന്റെ ഭാര്യയെയും ഭർത്താവിനെയും ഭാര്യയെയും തെറ്റിപ്പിക്കാനും പിണക്കാനും ത്വലാഖ് നടത്താനും കാണിക്കുന്ന ഉപദേശം, നമ്മുടെ ആവേശം ഒന്ന് ആലോചിച്ചു നോക്കണേ. മുത്തനബി തങ്ങളാ ഉമ്മത്തിൽ ഒരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടി ഇത്രയും വലിയ വിട്ടുവീഴ്ചക്ക് തയ്യാറായത്. ആരാ കുറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ളത്? ആരാ ഒന്ന് നാവടക്കാൻ തയ്യാറുള്ളത്? ആരാണ് വീമ്പിളക്കാതിരിക്കാൻ തയ്യാറുള്ളത്? എത്ര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. നമ്മൾ ആലോചിക്കണം. മുത്തനബി തങ്ങൾ പഠിപ്പിക്കുക, ചിലപ്പോൾ തെറ്റവരുടെ പക്ഷത്താണ്, നിങ്ങൾ ശരി തന്നെയാണ്. പക്ഷേ അവിടെ ത്വലാഖ് സംഭവിക്കാതിരിക്കണമെങ്കിൽ യുക്തിയോടുകൂടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ, ഒരൽപ്പം സൗമ്യമായി നിന്നുകൊടുത്താൽ, ഒരൽപ്പം ക്ഷമിച്ചു കൊടുത്താൽ, ഒരൽപ്പം മാപ്പ് ചെയ്തു കൊടുത്താൽ കൂട്ടിയോജിപ്പിക്കാമായിരുന്ന ബന്ധങ്ങളാണ് നിസ്സാര വാക്കുകളുടെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേച്ഛമായി ത്വലാഖുകളിൽ ചെന്ന് ഭവിക്കുന്നത്. നമ്മൾ ആലോചിക്കാറുണ്ടോ? മുത്തുനബി തങ്ങളാണ് ബന്ധങ്ങൾ വലുതാണ് എന്ന് പഠിപ്പിക്കാൻ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ചത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ وبارك وسلم عليه